ഹലോ ഗൈസ്, എല്ലാവർക്കും ഡൈനക്സ് ഗെയിമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പറഞ്ഞാൽ മൈൻക്രാഫ്റ്റിൻ്റെ ഒരു സർവൈവൽ സീരീസിൻ്റെ നെക്സ്റ്റ് എപ്പിസോഡുമായിട്ടാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ബ്രീഡർ ഫാമാണ്, വില്ലേജ് ബ്രീഡർ ഫാം. അപ്പോൾ വീഡിയോ എല്ലാ മറ്റൊരു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് പോയിട്ട് നൈറ്റായി ഗൈസ്. അപ്പോൾ എന്തെങ്കിലും ഉറങ്ങാം. നമുക്ക് ഈ ക്യാരറ്റും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഹാർവെസ്റ്റ് ചെയ്തെടുക്കാം. കാരണം നമുക്ക് ഫുഡ് അത്യാവശ്യമാണ്. നമ്മുടെ ഓൾറെഡി 13 ഉണ്ട്. നമുക്ക് എന്തായാലും ബാക്കിയും കൂടെ വേഗം ഹാർവെസ്റ്റ് ചെയ്തെടുക്കാം. അതുപോലെ നമ്മൾ ബ്രീഡർ ഫാം അത്ര വലിയ ബ്രീഡർ ഫാം അല്ല, നമുക്ക് ബ്രീഡർ ഫാം ഉണ്ടാക്കണം. അതുപോലെ അയൺ ഫാം ഉണ്ടാക്കണം ഗൈസ്. അതുപോലെ നമുക്ക് നെതറിൽ പോകണം. അതുപോലെ നമ്മൾ ഡയമണ്ട് കണ്ടുപിടിക്കാൻ പോകണം. അങ്ങനെ കുറേ പരിപാടി ഉണ്ട്. അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ നമുക്ക് ആ കാണുന്ന 2-3 വീറ്റും കൂടെ എന്തായാലും എടുത്തേക്കാം. എന്തായാലും വീറ്റ് ഫുഡില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡും കൂടെ കഴിച്ചിട്ട് നമുക്ക് ആ വീറ്റും കൂടെ എന്തായാലും റെഡിയാക്കി എടുത്തേക്കാം. അതിനുശേഷം നമുക്ക് നേരെ പോയി കിടന്നുറങ്ങാം ഗൈസ്. നമുക്ക് രാവിലെ ബാക്കി പണിയെടുക്കാം. അപ്പോൾ ഗൈസ്, അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ഡേ രാവിലെ വേണ്ടിയിട്ട് നമുക്കൊരു സ്ഥലം കണ്ടുപിടിക്കണം ഗൈസ്. നമുക്ക് ഇത് ഉണ്ടാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയ ആണ്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് ഈ സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് ഈ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഗൈസ്, നമ്മുടെ ബ്രീഡർ ഫാം. അതുപോലെ നമുക്ക് ട്രേഡ് ഹാൾ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. ആദ്യം തന്നെ നമുക്ക് ബ്രീഡർ ഫാം ഉണ്ടാക്കാം. എന്തായാലും നമുക്ക് ഈ സ്ഥലമൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് റെഡിയാക്കിയതിന് ശേഷം കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ അവിടുത്തെ വില്ലേജറിൻ്റെ ഫാമും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് നമുക്ക് കുഴിച്ച് റെഡിയാക്കി എടുക്കണം. അതേപോലെ നമുക്ക് അടുത്ത എപ്പിസോഡ് എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. അതേപോലെ നമ്മൾ വീഡിയോ നമുക്ക് തുടർച്ച ഇടാൻ പറ്റുന്നില്ല ഗൈസ്, കാരണം നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. പക്ഷെ നമ്മളെന്തായാലും ഇനി ഡെയിലി ഇടാൻ ശ്രമിക്കാം. പക്ഷെ നമുക്ക് ഈ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഡെയിലി ഇടാനൊരു ചെറിയൊരു ഇതാണ്. നമ്മൾ ഇനി മുതൽ അതൊക്കെ ശ്രദ്ധിച്ച് വേഗം തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ കുറേ നേരം ടൈം എടുത്തതിന് ശേഷം നമ്മൾ ഈ സംഭവവും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അത് 4 ബ്ലോക്ക് അടിയിലേക്കാണ്, അല്ല 4 ബ്ലോക്ക് അടിയിലേക്കാണ് ഉണ്ടാക്കിയേക്കണേ. അതേപോലെ നമ്മൾ നമ്മുടെ അടിയത്തെ ബ്ലോക്കൊക്കെ മാറ്റി നമ്മൾ ഡേർട്ടും കൂടെ ആക്കിയിട്ടുണ്ട്. നമുക്ക് ബെഡ് വെച്ച് കൊടുക്കാനുള്ള സ്ഥലം ഉണ്ടാക്കണം. അപ്പം നമ്മൾ തൽക്കാലം 2 ബ്ലോക്ക് വെച്ചിട്ട് അങ്ങോട്ട് ഉള്ളിലേക്ക് പൊയിച്ച് കൊടുക്കുകയാണ്. ബെഡ് വെച്ചതിന് ശേഷം നമുക്ക് അടിയിലേക്ക് നമ്മുടെ വില്ലേജർ സ്പോണാവുന്ന വില്ലേജറൊക്കെ അടിയിലേക്ക് പോകാനുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കണം. അതുപോലെ ഈ ഗ്രാവലാണ്, എന്താ കുഴിയോ, അത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ തന്നെ മൈൻക്രാഫ്റ്റിൽ ഫുള്ള് കുഴിയാണ്. എന്തായാലും നമ്മൾ 2 ഇതാക്കി വെച്ച് കൊടുക്കാം. ഗ്രാവൽ ഭയങ്കര സീനാണ്. ഈ സ്വർണ്ണം പൊട്ടിക്കുമ്പോഴത്തേക്കും ബാക്കി മൊത്തം ഇങ്ങനെ മേലെ നിന്ന് വരും. ഭയങ്കര സീനാണ്. അതിൽ നമുക്ക് വേഗം കാര്യങ്ങൾ റെഡിയാക്കി എടുക്കണം. അതുപോലെ ബാക്കി പണികളും സാധനങ്ങളും ഒക്കെ എടുത്തതിന് ശേഷം കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ആവശ്യത്തിനുള്ള നമ്മുടെ ഇതിന് വേണ്ട സാധനങ്ങളും അതേപോലെ തന്നെ നമ്മൾ ബാക്കി പരിപാടികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് നേരെ പോയി നമ്മുടെ ബാക്കി സാധനങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ എത്തും. അതിന് നമുക്ക് ഫുഡും കഴിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോയിട്ട് നമ്മുടെ ബാക്കി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മളെന്തെങ്കിലും താഴേക്ക് ഇറങ്ങാനുള്ള ഭാഗത്തിന് ചാടുകയുണ്ട്, വേറെ ഒന്നുമില്ല. നമ്മളെന്തായാലും താഴേക്ക് ചാടിയിട്ടുണ്ട്. പന്നി. അപ്പോൾ ഈ പന്നീനെ കൂടെ കൊന്നുണ്ട്. അതുപോലെ നമുക്ക് ബാക്കി പരിപാടി വെക്കാം. നമുക്ക് ഇവിടെ തന്നെ നമ്മൾ 3 ട്രാപ്പ് ഡോട്ടും കാര്യങ്ങളും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മേലെ നമുക്ക് വെക്കണം 3 എണ്ണം. ഗൈസ്, നമ്മൾ നേരത്തെ 2 എണ്ണം ആയിരുന്നു നമ്മൾ ശരിയാക്കിയിരുന്ന ബെഡ് വെക്കാം. പക്ഷെ നമ്മളത് 3 ആയിട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് താഴേക്ക് കുഴിക്കണം ഗൈസ്. എന്തായാലും നമുക്ക് താഴേക്ക് കുഴിക്കാം. അതേപോലെ താഴേക്ക് കുഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ താഴെയാണ് നമ്മുടെ വില്ലേജസ് സ്റ്റാർട്ട് വരുന്ന സ്ഥലം റെഡിയാക്കി എടുക്കേണ്ടത്. നമ്മൾ താഴേക്ക് എന്തായാലും കുഴിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ഫുള്ള് കുഴിയാണ് ഗൈസ്. കാരണം നമ്മൾ മറ്റേ കുഴി എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ക്രീപ്പർ വന്ന് പൊട്ടിയത്, അതാണ് ഇവിടെ ഇങ്ങനെ കാണുന്നത്. എന്തായാലും നമുക്ക് താഴേക്കും കൂടെ 1 ബ്ലോക്കും കൂടെ കുഴിക്കാം. 1 ബ്ലോക്കും കൂടെ കുഴിച്ചിട്ട് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ വില്ലേജ് കണ്ടോ ഗൈസ്. ഗ്രാവൽ ടോർച്ചുണ്ട്, കുഴപ്പമില്ല. നമ്മൾ ടോർച്ചും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. എന്തായാലും നമ്മൾ അതൊക്കെ നമുക്ക് റെഡിയാക്കി കൊടുക്കണം. നമ്മളെന്തായാലും ഡേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും ഇതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ സ്പോണാവുന്ന വില്ലേജസിനെ കൊണ്ടുപോയി വരുത്തുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെയും കൂടെ ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാം. ഇനി എന്തായാലും നമുക്ക് അതും കൂടെ ക്ലിയർ ആക്കിയതിന് ശേഷം കാണാം. അപ്പോൾ നമ്മൾ താഴേക്കുള്ള കുഴിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബാക്കി പരിപാടിയും മൊത്തം കാര്യങ്ങൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ താഴെ ഇറങ്ങി നമ്മളെ ബാക്കി പരിപാടിയും കൂടെ വേഗം റെഡിയാക്കി എടുക്കാം. നമ്മൾ എന്തായാലും ഇവിടെയൊക്കെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഫുൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് ഫെൻസ് വെച്ച് കൊടുക്കാം ഗൈസ്. ഇല്ലെങ്കിൽ നമ്മുടെ പുറത്തുള്ള വില്ലേജസ് ഒന്നും ചിലപ്പോൾ
കുഴിയിൽ ചാടാൻ ചാൻസ് ഉണ്ട്. എന്തായാലും നമുക്ക് ബാക്കി ഫെൻസും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ അങ്ങ് വെച്ച് കൊടുക്കണം. അതുപോലെ നമുക്കിനി വില്ലേജസിനെ പിടിക്കണം. അതുപോലെ ബെഡ് വേണം. അതുപോലെ ഇങ്ങനെ കുറേ നമുക്ക് അവിടെ ഡേറ്റ് വെച്ചതിന് ശേഷം കയറി പോവാം. അവിടെ വേണ്ട, അല്ല വേണ്ട കേസ്. നമുക്ക് എന്തായാലും ഇവിടെ വഴി ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ വഴി കയറി പോവാം. നമ്മൾ വഴി കയറി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തും കൂടെ ഫ്രണ്ട്സ് വെക്കാം. പിന്നെ ഗൈസ് വീഡിയോ നല്ല മറ്റൊരു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെന്തെങ്കിലും മൊത്തം ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വേഗം വെച്ച് കൊടുക്കാം. അതേപോലെ നമുക്ക് അടുത്ത വീഡിയോ എന്തുവാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡയമണ്ട് കണ്ടുപിടിക്കണം ഗൈസ്. അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത വീഡിയോ നമ്മൾ ഡയമണ്ട് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ അയൺ ഫാം. ഇതിലേതെങ്കിലും ഒന്നായിരിക്കും നമ്മൾ മാക്സിമം നമ്മൾ നോക്കുന്നത്. അതുപോലെ നമ്മളിവിടെ ടോർച്ചും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സോംബീസും കാര്യങ്ങളൊക്കെ സ്പോൺ ആവാൻ വേണ്ടിയിരിക്കാൻ. നമുക്ക് ബാക്കി സ്ഥലം കൂടെ ഫ്രണ്ട്സ് വെച്ച് കൊടുക്കാം. അതുപോലെ നെക്സ്റ്റ് വീഡിയോ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്ന അയൺ ഫാം അല്ലെങ്കിൽ ഡയമണ്ട് കണ്ടുപിടിക്കുക. ഡയമണ്ട് കണ്ടുപിടിച്ചിട്ട് വേണം കൈസ് നമുക്ക് എന്താ കാര്യങ്ങൾ പറയാം. നമുക്ക് ഇത് ഉണ്ടാക്കണം കൈസ്. ഇത് ഡയമണ്ട് കണ്ടുപിടിച്ചിട്ട് വേണം നമ്മുടെ എന്താ ഒബ്സീഡിയൻ ഉണ്ടാക്കാൻ. ഒബ്സീഡിയൻ പൊട്ടിക്കാൻ നമ്മുടെ ഡയമണ്ട് പിക്കാസ് കൊണ്ട് മാത്രമായിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്സും കാര്യങ്ങളും കഴിഞ്ഞാൽ കൈസ് നമ്മൾ കുറച്ചും കൂടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഫെൻസും കൂടെ നമ്മുടെ ചുറ്റും വെച്ച് കൊടുക്കുക. അതുപോലെ നമ്മൾ ഫുഡ് കഴിച്ചിട്ടില്ല ഗൈസ്. നമുക്ക് എന്തായാലും ഫുഡും കൂടെ കഴിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെയും കൂടെ ഫെൻസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. ഇവിടെയും കൂടെ നമുക്ക് ഫെൻസും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാം. നമ്മൾ അവിടെയും ഫെൻസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഒബ്സീഡിയൻ ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ നമുക്ക് ഒബ്സീഡിയൻ ഉണ്ടാക്കിയതിന് അത് പൊട്ടിക്കാൻ നമ്മുടെ ഡയമണ്ട് പിക്കാക്സിന് വേണ്ടി മാത്രമായിട്ടില്ല. ഇനി എന്തായാലും നമുക്ക് താഴെ ചാടി കാര്യങ്ങൾ അയ്യോ ഗൈസ്, നമ്മൾ 3 ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് 2 ബ്ലോക്കായി. ഇനി എന്തായാലും നമുക്ക് അതും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. നമുക്കത് പൊട്ടിച്ചെടുത്തതിന് ശേഷം ഉറങ്ങി രാവിലെ ആക്കിയതിന് ശേഷം കാണാം. അപ്പോൾ ഗൈസ് നമ്മളെന്തായാലും നമ്മുടെ ആവശ്യമായുള്ള ഗ്ലാസും കാര്യങ്ങളുണ്ട്. നമ്മളെ സോംബി പോട്ടെ വില്ലേജിലൊന്ന് ചാടുന്നവിടെ നമുക്ക് ഗ്ലാസും കാര്യങ്ങളൊക്കെ വെച്ചു. നമ്മൾ ആ സാധനങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ ക്രീപ്പറിനോട് ഭയങ്കര ശല്യമാണ് ഗൈസ്. എന്തായാലും ആവട്ടെ. എന്തായാലും നമുക്ക് നമ്മുടെ ഗ്ലാസ് കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് അതിന് നമുക്ക് എന്തെങ്കിലും ഇത് ശരിയാക്കിയാണ് ഗൈസ്. എനിക്ക് ക്രീപ്പർ ഭയങ്കര ശല്യമാണ് ഗൈസ്. മൈൻക്രാഫ്റ്റിനോട് ക്രീപ്പറിനെ ഒഴിവാക്കി കളയാൻ. ക്രീപ്പർ ഭയങ്കര ശല്യം പറഞ്ഞാൽ ഇതിനാണ് രാവിലെ ആയ ചാവുമില്ല. എന്തായാലും ആവട്ടെ. നമ്മളെന്തായാലും അവിടെ കൂടെ ക്ലിയർ ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് മേലെയും കൂടെ ഗ്ലാസ് വെച്ച് കൊടുക്കാം. അതുപോലെ അടിയിൽ നമുക്ക് നമ്മുടെ സ്ലാബ് വെച്ച് കൊടുക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് സ്ലാബ് ഉണ്ടാക്കിയതിന് ശേഷം കാണാം. അപ്പോൾ നമ്മൾ സ്ലാബും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്ലാബും കൂടെ അവിടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നമ്മൾ ഹോ ഉണ്ടാക്കി വന്നിട്ടുണ്ട്. നമുക്ക് ഹോ ഉപയോഗിച്ച് നമ്മുടെ വില്ലേജേഴ്സിന് ഇടാനുള്ള, അതുപോലെ നമ്മുടെ എന്തായിരുന്നു നമുക്ക് നമ്മുടെ ഫാം വെക്കാനുള്ള സ്ഥലവും കൂടെ അങ്ങ് വേറെ റെഡിയാക്കി എടുക്കുക. വില്ലേജറും കാര്യങ്ങളൊക്കെ മേലെ കൂടെ പോകുന്നുണ്ട്. ഇവരൊക്കെ നമുക്ക് ബോട്ട് ഉപയോഗിച്ച് പിടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യണം. എന്തായാലും നമ്മുടെ ഇവിടുത്തെ ഒരു ബ്ലോക്ക് പൊട്ടിച്ച് കൊടുക്കുക സാധനങ്ങളൊക്കെ. ഇനി എന്തായാലും നമുക്ക് അവിടുത്തെ ഒരു നമ്മുടെ നമ്മുടെ ഫെൻസ് പൊട്ടിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ താഴെ ഇറങ്ങിയതിന് ശേഷം ഹോ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളും ഒക്കെ സെറ്റാക്കി കൊടുക്കാം. അപ്പോൾ നമ്മളെന്തായാലും പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ താഴെ പോയി ഹോ ഉപയോഗിച്ച് നമുക്ക് ഫുൾ അങ്ങോട്ട് ഇതാക്കി എടുക്കണം. കൾട്ടിവേറ്റ് ഏരിയ. അതിന് നമുക്ക് ടോർച്ച് വെച്ച് കൊടുക്കാം ഗൈസ്. ടോർച്ച് വെച്ച് കൊടുക്കുക. ടോർച്ച് നമ്മൾ ഓൾറെഡി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ നമ്മുടെ കൾട്ടിവേഷൻ അതിൻ്റെ സാധനത്തിൻ്റെ പേര് എനിക്കറിയില്ല ഗൈസ്. അറിയുന്നവരെന്തായാലും കമൻറ്റ് ചെയ്യുക. നമ്മൾ ആ സാധനം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുൾ നമ്മുടെ ഹോ ചെയ്ത് ഐസ് വാട്ടറില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വാട്ടറും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം കാണാം. പൈസ നമ്മൾ വാട്ടറും കാര്യങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ അടുത്തുള്ള സംഭവം തന്നിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി 3 ബക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മൾ ആ 3 ബക്കറ്റ് വെള്ളവും കൂടെ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ തിരിച്ചു പോയി നമുക്ക് നമ്മുടെ കൾട്ടിവേറ്റേഷൻ ഏരിയ റെഡിയാക്കാം. പൈസ നമ്മുടെ ഫുൾ സൈഡിൽ നമ്മൾ വാട്ടർ ഉപയോഗിച്ചിട്ട് അതുപോലെ നമ്മൾ ഹോ ചെയ്ത് എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ വില്ലേജറിൻ്റെയും കാര്യങ്ങളൊക്കെ പിടിച്ചു പറഞ്ഞാൽ അതിന് നമുക്ക് ക്യാരറ്റ് നടണം ഗൈസ്. അപ്പോൾ നമുക്ക് അത്യാവശ്യത്തിനുള്ള ക്യാരറ്റും കാര്യങ്ങളും എടുക്കണം. അപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. എന്നിട്ട് നമുക്ക് രാവിലെ ആക്കിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ പിറ്റേ ദിവസം രാവിലെയും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇവിടുത്തെ ക്യാരറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് ചെയ്തെടുക്കാം. ഇവിടെ ഒന്നും ആയിട്ടില്ല ഗൈസ്. എന്തായാലും നമുക്കിത് മൊത്തം അങ്ങോട്ട് പറിച്ചെടുക്കാം. ആയിട്ടില്ല, എന്നാലും നമുക്ക് മൊത്തം പറിച്ചെടുക്കാം ഗൈസ്. കാരണം നമുക്ക് ക്യാരറ്റ് അത്യാവശ്യമാണ്.
അല്ലാതെ വളരട്ടെ ഗൈസ്. നമുക്ക് വളർന്നു കഴിഞ്ഞതിന് ശേഷം എടുക്കാം. നമുക്കിവിടെ വേറെ കുറേ സ്ഥലത്തൊക്കെ ഉണ്ടല്ലോ ഗൈസ്. നമ്മൾ വീട് എന്തായാലും 2x ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള സ്ഥലത്തും കൂടെ പോയി നോക്കാം. ഇവിടെ ഇവിടെ കൾട്ടിവേറ്റ് ഇവിടെ ഉണ്ട് ഗൈസ്. ഇവിടെയൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ബീട്രൂട്ടാണ് ഗൈസ്. എന്തായാലും നമുക്ക് ബീട്രൂട്ടും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മളെന്തെങ്കിലും ഹോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ വീടിൻ്റെ അടുത്തൊരു ഇതും കൂടി ഉണ്ട് ഗൈസ്. എന്തായാലും നമുക്ക് അവിടെയും കൂടെ പോയി നോക്കാം. അവിടെയും ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ ഒന്നും കാണാൻ ഇവിടെ ഗൈസ് ഇവിടെ മീറ്റും പൊട്ടറ്റോ ഉള്ളൂ. എന്തായാലും നമുക്ക് അവിടെ തന്നെ പോയി മറ്റേ കാര്യങ്ങളൊക്കെ റെഡിയാക്കേണ്ടി വരും. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇതുവരെ നട്ടു വെച്ച നമ്മുടെ സ്വന്തം വില്ലേജറിന് ഇതൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വില്ലേജർ ഗൈസ് വീണ്ടും നടുന്നുണ്ട്. എന്തായാലും നമുക്ക് വില്ലേജറിൻ്റെ നിന്നുള്ള ആ സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കണം. അപ്പം നമുക്ക് ആദ്യം തന്നെ പോയിട്ട് നമുക്ക് നമ്മുടെ ഫുൾ സംഭവം റെഡിയാക്കിയതിന് ശേഷം കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫൈനലി നമ്മൾ ഫുൾ അത്യാവശ്യം സ്ഥലമാകും ഗൈസ്. മൊത്തം നമുക്ക് പറ്റിയിട്ടില്ല. നമ്മൾ കുറച്ച് സ്ഥലമൊക്കെ നമ്മളെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മേലെ പോയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ബെഡ് കണ്ടുപിടിക്കണം ഗൈസ്. നമുക്ക് നേരെ പോയി നമ്മുടെ ബെഡ് കണ്ടുപിടിക്കണം. അതിന് നമുക്ക് വില്ലേജറിനെ നമുക്ക് കയറ്റി വിടണം ഗൈസ്. ബെഡും വില്ലേജറിനും കൂടെ കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ ബ്രീഡർ ഫാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇവിടെ ഒരു വില്ലേജ് എന്തുണ്ട് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ് ഓൾറെഡി. നമുക്ക് എന്തായാലും ഇവിടെ ബോട്ട് വെച്ച് കൊടുത്ത് നോക്കാം വില്ലേജർ വരുമോ കാര്യങ്ങളൊക്കെ. എന്തായാലും ഇവിടെ ബോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വില്ലേജറും കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. വന്നു ഗൈസ് വില്ലേജർ കയറി ഇരുന്നുണ്ട്. ഇനി എന്തായാലും നമുക്ക് നമ്മുടെ വില്ലേജറിനെ നമുക്ക് നമ്മുടെ ഇതിൽ തന്നെ കൊണ്ടുപോയി ഇടാം. അതന്നെ നമ്മളെ ബോട്ട് ഓടിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ വില്ലേജറിനെ നമ്മുടെ ഫാമിലേക്ക് കാര്യങ്ങളിലൊക്കെ കൊണ്ടുപോയി ഇടാം. ഇതാണ് ഗൈസ്. ഇനി നമുക്ക് എന്തായാലും ഇവിടെയും കൂടെ നമുക്ക് ഇതാക്കിയെടുക്കാം ഗൈസ്. നമ്മുടെ ശവല് കൊണ്ട് കാര്യങ്ങൾ വഴി പോലെ ആക്കിയെടുക്കാം. എന്നാൽ മാത്രം നമുക്ക് ബോട്ട് ഓടിച്ച് പോകാൻ പറ്റില്ല. നമ്മളെന്തായാലും ഇവിടെ ഫുള്ള് ശവല് ഉപയോഗിച്ച് നമ്മളെ വഴി പോലെ ആക്കിയിട്ടുണ്ട്. നമുക്കതാണ് സീഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് നേരെ പോയി നമ്മുടെ വില്ലേജറിനെ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ കൂടെ പോവില്ല. എന്തായാലും നമുക്ക് ആദ്യം കൂടെ അങ്ങ് പൊട്ടിച്ചു കൊടുത്തേക്കാം. എന്തായിരുന്നു നമ്മുടെ ആ ഒരു ഫെൻസും കൂടെ കാര്യങ്ങളും പൊട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ ബാക്കി ഇതും കൂടെ ഇതാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ നമ്മുടെ ഇതിലേക്ക് ഇടാം. ഇതെന്താ പോയത്? ഇത് സോംബി ചത്ത് ഇറങ്ങി ബോട്ടിൽ നിന്ന് ഇറങ്ങി. ഇതെങ്ങനെ നമ്മളൊക്കെ ആറ്റുനോറ്റ് കൊണ്ടുവന്ന വില്ലേജർ സോംബി ആയി. എന്തായാലും നമുക്ക് നമ്മുടെ വില്ലേജറിനെ കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം കാണാം. വൈസ് നമ്മളെ 2 വില്ലേജറിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ താഴെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇനി എന്തായാലും നമുക്ക് ഇതുകൂടെ അങ്ങ് ബോട്ട് പൊട്ടിച്ച് നമ്മളെ വില്ലേജറിനെ റിലീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വില്ലേജറിനെ റിലീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വില്ലേജറൊക്കെ അവിടെ കൊണ്ട് നടുന്നൊക്കെ ഉണ്ട്. ഇനി എന്തായാലും നമുക്ക് മേലെ പോയി നമ്മുടെ ബാക്കി സാധനങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരാം. നമുക്ക് ബ്രെഡ് വേണം കഴിച്ചിട്ട്. നമുക്ക് ബ്രെഡ് വേണം. അതേപോലെ നമുക്ക് ബെഡും എടുക്കണം. നമുക്ക് ബെഡും കൂടെ കിട്ടിയാൽ മതി. എന്നാലും നമുക്ക് വേഗം മേലെ പോയതിന് ശേഷം ബെഡും കൂടെ എടുത്തതിന് വരാം. നമ്മളെന്തായാലും നമ്മുടെ മേലേക്ക് ഡേറ്റ് ഉപയോഗിച്ച് കയറി നമുക്ക് വേഗം പോയി നമ്മുടെ ബ്രെഡും അതേപോലെ നമ്മുടെ ബെഡും കാര്യങ്ങളൊക്കെ എടുക്കാം. ബെഡ് നമുക്ക് നമ്മുടെ ഇവിടെ വില്ലേജുകാരെ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഓരോരോ വീട്ടിലും കയറി നമുക്ക് ബെഡ് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഫൈനലി നമ്മൾ ബെഡ് കാര്യങ്ങളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. നമ്മൾ ബ്രെഡ് കൊടുക്കാണ്ട് തന്നെ അവർ വില്ലേജേഴ്സ് ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. നമ്മൾ ബ്രെഡ് കൊടുക്കാണ്ട് തന്നെ വില്ലേജർ ബ്രീഡും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇനി എന്തായാലും നമുക്ക് സുഖമായിട്ടുണ്ട്. ഇനി ബ്രെഡും കാര്യങ്ങൾ കൊടുക്കാണ്ട് തന്നെ അവിടെ വില്ലേജർ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്തായാലും നമ്മുടെ ബെഡും കൂടെ വെച്ച് കൊടുക്കാം. നമുക്ക് ബെഡും കൂടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു ഗൈസ്. അങ്ങനെ നമ്മളാ ബ്രീഡർ ഫാം അങ്ങനെ നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. അതേപോലെ നമുക്ക് അവിടെ വെള്ളവും കൂടെ വെച്ച് കൊടുക്കണം. ഇനി എന്തായാലും നമുക്ക് ബെഡും ബാക്കി കാര്യങ്ങളൊക്കെ ശരിയാക്കിയതിന് ശേഷം കാണാം. അപ്പോൾ ഫൈനലി ഗൈസ് നമ്മളവിടെ ബ്രീഡർ ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. അതുപോലെ വെള്ളവും കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ മച്ചാരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ കിള്ളും വീഡിയോസായി ഇനിയും വരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.